Hello all, welcome to the another class of Income Tax and GST. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിലെ ഒരു പ്രോബ്ലമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. This is the question for today. Mr. A submits the following particulars of his income for the previous year 2019-20. Compute his taxable income after set off and carry forward losses. First point, income from house property. House 1 rupees 7,500, house 2 rupees 4,500 and house 3 rupees 3,000 loss. Then profit from business rupees 16,000, speculative income rupees 10,000. Then short term capital gain rupees 6,000, long term capital gain rupees 32,000. Then share of profit from a firm rupees 6,000, interest from a firm rupees 3,000, salary received from a firm rupees 15,000, profit from a specified business rupees 20,000. Then current year depreciation not charged to P&L account rupees 500. Then the following items have been brought forward from the preceding previous year 2017-18. Loss from a specified business 22,000 rupees, loss from a business rupees 6,000, speculation business loss rupees 7,000, short term capital loss rupees 8,000, long term capital loss rupees 3,000, loss from house property rupees 3,000, then last point unabsorbed depreciation rupees 5,000. So let's move to the solution. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റർ എയുടെ 2019-20 അസസ്മെൻറ്റ് ഇയറിൽ ഉള്ള ടോട്ടൽ ഇൻകം കാൽക്കുലേഷനാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലെ മിസ്റ്റർ എക്ക് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിന് കീഴിൽ യാതൊരുവിധ ഐറ്റംസും തന്നിട്ടില്ല. അതായത് മിസ്റ്റർ എക്ക് സാലറി ഹെഡിന് കീഴിൽ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു എസ്എയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 ഹെഡ്സിൻ്റെ കീഴിലായിട്ടാണ് എമൗണ്ട്സ് എൻറ്റർ ചെയ്യാറ്. ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിന് കീഴിൽ ഇദ്ദേഹത്തിന് എമൗണ്ട്സ് ഒന്നും എൻറ്റർ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഹെഡിൽ നമുക്ക് എമൗണ്ട് കോളത്തിൽ നില്ലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി. ഇപ്പോൾ ഇവിടെ മിസ്റ്റർ എക്ക് സാലറി ഹെഡിൽ ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നില്ലെന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെഡിൽ നമുക്ക് ഫർദർ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. നമുക്ക് അടുത്ത ഹെഡിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മിസ്റ്റർ എക്ക് 3 ഹൗസ് പ്രോപ്പർട്ടി ഉള്ളതായിട്ടാണ് കാണുന്നത്. ഹൗസ് 1, ഹൗസ് 2 ആൻഡ് ഹൗസ് 3. ഓക്കെ, അപ്പോൾ ഹൗസ് 1ൽ നിന്നും മിസ്റ്റർ എക്ക് 7,500 റുപ്പീസിൻ്റെ ഏണിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൗസ് 1ൻ്റെ ഏണിങ് എൻറ്റർ ചെയ്യാം, 7,500 റുപ്പീസ്. ദെൻ ഹൗസ് 2ൽ നിന്ന് മിസ്റ്റർ എക്ക് 4,500 റുപ്പീസ് ഏണിങ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് 2 4,500 റുപ്പീസ് എൻറ്റർ ചെയ്തു. പിന്നെ ഹൗസ് 3. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഹൗസ് 3ക്ക് ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. 3,000 റുപ്പീസ് ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലോസ് ഇങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യാണ്. സോ 3,000 റുപ്പീസ് മൈനസ് 3,000. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റർ എക്ക് 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകവും 1 ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. നമ്മൾ സെറ്റ് ഓഫ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു അസസിക്ക് ഉണ്ടാകുന്ന ലോസ് അയാൾക്ക് അതേ വർഷം തന്നെ ഉണ്ടാകുന്ന ഇൻകവുമായിട്ട് സെറ്റിൽ ചെയ്യുന്നതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ട്. 7,500ഉം 4,500ഉം പ്രോഫിറ്റ് ഉണ്ട്. 3,000 ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3,000 ലോസ് ഈ ഒരു ഇൻകത്തിൽ നിന്നും സെറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 7,500 പ്ലസ് 4,500 12,000 റുപ്പീസ്. 12,000 റുപ്പീസിൽ നിന്നും 3,000 റുപ്പീസ് റിഡക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9,000 റുപ്പീസ്. അപ്പോൾ 9,000 റുപ്പീസാണ് അദ്ദേഹത്തിന് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്നും റിമൈനിങ് ആയിട്ട് ഉണ്ടായിരിക്കുക.
ഓക്കെ, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മിസ്റ്റർ എക്ക് മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ലോസ്, ഹൗസ് പ്രോപ്പർട്ടി ലോസ് അല്ലെങ്കിൽ പ്രിസീഡിങ് ഇയറിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ലോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രിസീഡിങ് ഇയറിൽ നിന്നും ബ്രോഡ് ഫോർവേഡ് ചെയ്ത ഐറ്റംസിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ₹3,000 തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ വർഷം മിസ്റ്റർ എക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്ന ലോസ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം സെറ്റിൽ ചെയ്യാൻ സാധിക്കാത്തത് അദ്ദേഹം ക്യാരി ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ ആ ക്യാരി ഫോർവേഡ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷമുള്ള ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് സെറ്റിൽ ചെയ്യണം. നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടി ലോസ് മാക്സിമം 8 years വരെ എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സെറ്റിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ലോസ് 3,000 നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ലെസ് ലോസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ബ്രോഡ് ഫോർവേഡഡ് എത്ര രൂപയാണ്? ₹3,000. അപ്പോൾ ₹3,000 നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 9,000 മൈനസ് 3,000 ₹6,000 ആയിരിക്കും മിസ്റ്റർ എക്ക് ടാക്സബിൾ ആയിരിക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിന് കീഴിലുള്ള ഇൻകമായിട്ട് അദ്ദേഹത്തിന് ടാക്സബിൾ ആയിരിക്കും. എത്ര രൂപയായിരിക്കും? ₹6,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെഡിന്റെ കാൽക്കുലേഷനും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഹെഡ്സ് ഓഫ് ഇൻകത്തിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിന് കീഴിൽ ഇൻക്ലൂഡഡ് ആവുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈഡ് ഇൻകം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട്, സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം തന്നിട്ടുണ്ട്, സാലറി റിസീവ്ഡ് ഫ്രം എ ഫേം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്, ലോസ് ഫ്രം എ ബിസിനസ്, ലോസ് ഫ്രം സ്പെക്യുലേഷൻ ബിസിനസ് എന്നീ ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് പ്രിസീഡിങ് ഇയറിലുള്ള ലോസുകളാണ്. അതേപോലെ തന്നെ കറന്റ് ഇയർ ഡിപ്രീസിയേഷനും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മുടെ ബിസിനസ് ഹെഡിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ സ്പെക്യുലേഷൻ ബിസിനസ്സും സ്പെക്യുലേഷൻ ഇൻകവും അല്ലെങ്കിൽ സ്പെക്യുലേഷൻ ലോസ്, സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം എന്നീ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ബിസിനസ് ഇൻകവും ബിസിനസ് ലോസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റിൽ ചെയ്യുക സ്പെസിഫൈഡ് ബിസിനസ് ഇൻകമോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകം, സ്പെക്യുലേറ്റീവ് ബിസിനസ് ലോസോ അതായിരിക്കും കൂടുതൽ അഡ്ജസ്റ്റബിൾ ആകുക. കാരണം സ്പെക്യുലേറ്റീവ് ബിസിനസ് ലോസ് സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് ഈ ഒരു വർഷം അത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതാൻ സുഖം അത് ആദ്യം എൻറർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം ആയിട്ട് മാത്രമേ സെറ്റിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഈ വർഷം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതാൻ സുഖം എന്തായിരിക്കും? അത് നമ്മൾ ഫസ്റ്റ് എൻറർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബിസിനസ് ലോസ് നമുക്ക് ഏതൊരു ബിസിനസ് ഇൻകവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ബിസിനസ് ലോസ് നമുക്ക് അറ്റ് ലാസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ബിസിനസ് ലോസ് ആണ് നമ്മൾ അവസാനമായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മറ്റ് സ്പെസിഫൈഡ് ഇൻകവോ അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് ഇൻകവോ റിമൈനിങ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ഇൻകവോ ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ ബിസിനസ് ലോസ് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻകവും ലോസ് നമുക്ക് അവസാനത്തേക്ക് എഴുതുന്നതും സ്പെക്യുലേറ്റീവ് ഇൻകം, സ്പെസിഫൈഡ് ഇൻകം ഇതൊക്കെ ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ റിലയബിൾ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിലേക്ക് കടക്കാം. സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലെ മിസ്റ്റർ എക്ക് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിൽ ₹20,000 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ₹20,000 സ്പെസിഫൈഡ് ഇൻ ബിസിനസ് ഇൻകം. ഇനി ഇവിടെ
മിസ്റ്റർ എക്ക് സ്പെസിഫൈഡ് ബിസിനസ് ലോസ് കാണിക്കുന്നുണ്ട് ₹22,000. അപ്പോൾ ഈ ഒരു സ്പെസിഫൈഡ് ബിസിനസ് ലോസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന ലോസ് ആണ്. നമുക്കറിയാം സ്പെസിഫൈഡ് ബിസിനസ് ലോസ് വിതൗട്ട് എനി ലിമിറ്റ് ഒരുപാട് മുൻ വർഷങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സിക്വന്റ് ഇയേഴ്സിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് എൻ്റർ ചെയ്യാം. സ്പെസിഫൈഡ് ലോസ് ഡോട്ട് ഡൗൺ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഡോട്ട് ഡൗൺ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡഡ്. ഓക്കെ, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡ് എത്ര രൂപയാണ്? 22,000. അപ്പോൾ 22,000 ലോസ് ഉണ്ട്, 20,000 ഇൻകം ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താ സംഭവിക്കുക, കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട് ബാലൻസ് എമൗണ്ട് ദാറ്റ് ഈസ് ₹2,000 എന്താ സംഭവിക്കുക, വരും വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. സോ അടുത്ത വർഷമേ അത് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, സെറ്റ് അപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ലോസ് ക്യാരി ഫോർവേഡ് ₹2,000. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകം ഓർ സ്പെക്യുലേഷൻ ഇൻകം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനില് മിസ്റ്റർ എക്ക് ₹10,000 സ്പെക്യുലേഷൻ ഇൻകം ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ₹10,000 സ്പെക്യുലേഷൻ ഇൻകം ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മിസ്റ്റർ എക്ക് സ്പെക്യുലേഷൻ ലോസും ഉണ്ട് അല്ലെ, സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് ഉണ്ട്. സ്പെക്യുലേഷൻ ബിസിനസ് ലോസിന്റെ പ്രത്യേകത 4 ഇയേഴ്സ്, മാക്സിമം 4 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് സ്പെക്യുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സ്പെക്യുലേഷൻ ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണ്. ലെസ് സ്പെക്യുലേഷൻ ലോസ് ബ്രോഡ് ഫോർവേഡ്. ഓക്കെ, എത്ര രൂപയാണ് സ്പെക്യുലേഷൻ ലോസ്? ₹7,000 ആണ് സ്പെക്യുലേഷൻ ലോസ് ഉള്ളത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഇത് ഈ ഒരു ലോസ് സെറ്റിൽ ചെയ്തു അല്ലെ. 10,000 ഇൻകം ഉണ്ട്, 7,000 ആണ് ലോസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്പെക്യുലേഷൻ ലോസ് ഇവിടെ കഴിഞ്ഞ വർഷത്തെ സ്പെക്യുലേഷൻ ലോസ് സെറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് എത്ര ഉണ്ട്? 10,000 മൈനസ് 7,000, ₹3,000 ഇദ്ദേഹത്തിന് സ്പെക്യുലേഷൻ ഇൻകം ഉണ്ട്. അത് സ്പെസിഫൈ ചെയ്ത് നോട്ട് ചെയ്യണം. സ്പെക്യുലേഷൻ ഇൻകം എത്ര രൂപ ബാലൻസ് ഉണ്ട്? ₹3,000 ബാലൻസ് ഉണ്ട്. ഇത് എന്ത് ചെയ്യേണ്ടതാണ്? ഇത് ബാക്കി വരുന്ന ബിസിനസ് ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ടോട്ടൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ്. ഓക്കെ, മിസ്റ്റർ എക്ക് ബിസിനസ്സിൽ നിന്ന് ലഭിച്ച പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ്. മിസ്റ്റർ എക്ക് പ്രോഫിറ്റിൽ നിന്നും ₹16,000 ലഭിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ നിന്നും ₹16,000 ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം ആണ്. ശ്രദ്ധിക്കുക, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം. മിസ്റ്റർ എക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫേമിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഷെയർ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ഷെയർ ഓഫ് പ്രോഫിറ്റ് that should be exempted from an assessor's taxable amount. എന്താണ് അത്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ 6,000 ഒക്കെ എമൗണ്ട് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. അത് എക്സംപ്റ്റഡ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ എക്സംപ്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നെല്ല് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം ആണ്. ആ ഫേമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം ₹3,000 ആണ്. എമൗണ്ട് ₹3,000 നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ നമുക്കുള്ളത് സാലറി റിസീവ്ഡ് ഫ്രം എ ഫേം ആണ്. സാലറി റിസീവ്ഡ് ഫ്രം എ ഫേം ഒരു ഫേമിൽ നിന്നും മിസ്റ്റർ എക്ക് കിട്ടിയിരിക്കുന്ന സാലറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാലറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാലറി ആയിട്ടല്ല ഇതിനെ കണക്കാക്കുന്നത്. ബിസിനസ് ഇൻകത്തിന്റെ അണ്ടർലൈന് ഈ ഒരു ഐറ്റം വരിക. അപ്പോൾ അദ്ദേഹത്തിന്റെ സാലറി രൂപേണ ഫേമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ₹15,000 ആണ്. ആ ഒരു എമൗണ്ട് കൂടി നമ്മൾ എൻറ്റർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇൻകം. ഇത്രയും ഇൻകം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ആഗ്രിഗേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ബിസിനസ് ഇൻകം എത്രയാണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റംസ് മുഴുവൻ ബിസിനസ് ഇൻകത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഗ്രിഗേറ്റ് ചെയ്യാം. എമൗണ്ട് 15,000 സാലറി ലഭിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 3,000 ഉണ്ട്, പ്രോഫിറ്റ് 16,000 ഉണ്ട്, പിന്നുള്ളത് സ്പെക്കുലേഷൻ ഇൻകം ആണ്. ഇതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം.
അപ്പം 16,000 പ്ലസ് 15,000 പ്ലസ് 3,000 പ്ലസ് 3,000 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 37,000 ആണ് ടോട്ടൽ ബിസിനസ് ഇൻകം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലെ, കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ലോസ് ഉണ്ട്. അതേപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. കറന്റ് ഇയർ ഡിപ്രീസിയേഷനും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും ബിസിനസ് ലോസും എന്നീ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, എന്നീ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഉണ്ട് എന്നുള്ളത് അല്ലെ. സെറ്റ് ഓഫിന് ഒരു ഓർഡർ പാലിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ആ ഓർഡർ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്താണ്? ബിസിനസ് ഇൻകത്തിൽ നിന്നും ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ആയിരിക്കണം. ഓക്കെ, അതേ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിരിക്കും ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ് ആണ്. അത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ഹാവ് ടു കൺസിഡർ ബിസിനസ് ലോസ്. ഓക്കെ, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് മൂന്നാമത്തെ പ്രയോറിറ്റിയാണ്. ക്യാരി ഫോർവേഡ് ബിസിനസിന് കൊടുക്കുന്നത്, ബിസിനസ് ലോസിന് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷമാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അതിനുശേഷമാണ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്കിവിടെ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ല. അപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ആദ്യം സെറ്റിൽ ചെയ്യാം, ദെൻ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് സെറ്റിൽ ചെയ്യാം, ദെൻ ആഫ്റ്റർ ദാറ്റ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇതാണ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ആണ്. സോ ലെസ് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ. കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ഇവിടെ തന്നിരിക്കുന്നത് 500 rupees ആണ്. 500 rupees അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 37,000 മൈനസ് 500, ദെൻ വി വിൽ ഗെറ്റ് 36,500 rupees. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ബിസിനസ് ലോസ്. ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ആണ്. അതാണ് നമ്മുടെ അടുത്ത അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. ലെസ് ബിസിനസ് ലോസ് ബ്രോട്ട് ഫോർവേഡ്. ഓക്കെ, എത്ര രൂപയാണ് ബിസിനസ് ലോസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്? 6,000 rupees ആണ് പ്രീവിയസ് ഇയർ ബിസിനസ് ലോസ്. സോ ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം 36,500. സോ 36,500 മൈനസ് 6,000 we will get 30,500. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിമൈനിങ് ആയിരിക്കുന്നത് അൺഅബ്സോർബ്ഡ് അപ്രീസിയേഷൻ ആണ്. സോ ലെസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. കഴിഞ്ഞ വർഷം അബ്സോർബ് ചെയ്യാത്ത ഡിപ്രീസിയേഷൻ എമൗണ്ട് 5,000 rupee ഉണ്ട്. സോ 5,000 ഓൾസോ be deducted from this amount. So 30,500 minus 5,000, 25,500. ഇതാണ് നെറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. 25,500 ആണ് മിസ്റ്റർ എക്ക് ബിസിനസ് ഹെഡിൽ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഹെഡിൽ ടാക്സബിൾ ആയിരിക്കാം. മറ്റൊരു അഡ്ജസ്റ്റ്മെന്റും ഇൻകം ഫ്രം ബിസിനസ് ഹെഡിലേക്ക് നമുക്കിനി എൻട്രി ചെയ്യാനില്ല. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് അണ്ടർ ഇൻകം ഫ്രം ബിസിനസ് ഹെഡ് പറയുന്നത് എത്രയാണ്? 25,500 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹെഡിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം ക്യാപിറ്റൽ ലോസും തന്നിട്ടുണ്ട്. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്ന് മാത്രമേ സെറ്റിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ബട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്നും സെറ്റിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോട് ആദ്യം തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതാൻ അതായിരിക്കും സുഖം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് എൻറ്റർ ചെയ്യാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ മിസ്റ്റർ എക്ക് 32,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. 32,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ദെൻ അദ്ദേഹത്തിനുള്ള ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 3,000 rupees ആണ്.
സുഖമായിട്ട് നമുക്ക് അതിവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 32,000 ഇൻകം ഉണ്ട്. നമുക്ക് അവിടെ ലോസ് എന്ന് പറയുന്നത് 3,000 rupees ആണ്. സോ ലെസ് ലോസ് എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ലോസ് ബ്രോഡ് ഫോർവേഡഡ് എത്രയാണ്, 3,000 rupees. 3,000 rupees. അപ്പോൾ അത് ഇതിൽ നിന്നും ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30,000 rupees ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 29,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് കടക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ മിസ്റ്റർ എക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടിയിരിക്കുന്നത് 6,000 രൂപയാണ്. 6,000 രൂപ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, മിസ്റ്റർ എക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിരിക്കുന്നത് മിസ്റ്റർ എക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 8,000 rupees ആണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 6,000 ഉള്ളൂ, ലോസ് 8,000 rupees ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെറ്റിൽ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഓർ ആഗ്രിഗേറ്റ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. 29,000 plus 6,000, then we will get 35,000 rupees. 35,000 rupees ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലെസ് ചെയ്യാവുന്നതാണ്. ലെസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡഡ് എത്ര രൂപയുണ്ട്, 8,000 rupees. 8,000 rupees ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get 27,000 rupees. 35,000 minus 8,000, we will get 27,000 rupees. അപ്പോൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ അദ്ദേഹത്തിന് ടാക്സബിൾ ആയിരിക്കുന്ന മിസ്റ്റർ എക്ക് ടാക്സബിൾ ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 27,000 rupees ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ മറ്റ് ഐറ്റംസ് ഒന്നും ഇനി എൻറ്റർ ചെയ്യാൻ ബാലൻസ് ഇല്ല. ബട്ട് വി ഹാവ് അനദർ one more head, that is income from other sources. Income from other sources നമുക്ക് ഇവിടെ യാതൊരു എമൗണ്ടും എൻറ്റർ ചെയ്യാനില്ല. ബട്ട് സ്റ്റിൽ നമുക്കതിവിടെ നോട്ട് ചെയ്തിടാനില്ല. ഓക്കെ, ഇനി നമുക്ക് മിസ്റ്റർ എയുടെ ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അത് തന്നെയാണ് ഇദ്ദേഹത്തിന് ടോട്ടൽ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാരണം ഇവിടെ മറ്റ് ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം gross total income of Mr. A is being total income, that is 27,000 plus 25,500 plus 6,000, that is 58,500 rupees. Okay, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ എയുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 58,500. താങ്ക് യു.